ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ നിൽക്കുന്നത് മംഗലാപുരത്തെ ഫേമസ് ആണെന്ന് അറിയില്ല, ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കും സൂവും ഗാർഡനും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. സ്ഥലത്തിന്റെ പേരാണ് പിലിക്കുള. പാർക്കുണ്ട്, സൂ ഉണ്ട്, അങ്ങനെ മിക്സ് ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കാണാൻ. അടിച്ച് പൊളി സ്ഥലമാണ്. ഞാൻ അവിടെ 2-3 വട്ടം പോയിട്ടുണ്ട്, ബട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒന്നും കൂടെ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോകുന്ന വയ്ക്കാൻ കാണിച്ചു തരാം. ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഹെൽമെറ്റ് കുഴപ്പമില്ലാത്ത വെയിലുണ്ട്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോയിട്ട് 5-ന് പിക്കപ്പ് ചെയ്യണം. 5-നും പിക്ക് ചെയ്തിട്ട് നേരെ സ്ട്രെയിറ്റ് പിലിക്കുള. ബൈ ബൈ. ഗൈസ്, അങ്ങനെ നമ്മൾ പിലിക്കുള എത്തിയിരിക്കുകയാണ്. ഇതാണ് പിലിക്കുള എന്ന് പറഞ്ഞ സാധനം കേട്ടോ. വലിയൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഡയറക്റ്റ് നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ പുതിയൊരു കൗണ്ടറും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ആദ്യമൊക്കെ നമുക്ക് ഡയറക്റ്റ് എൻട്രി ആയിരുന്നു. ഇപ്പോൾ ഡയറക്റ്റ് എൻട്രി ഇല്ല. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വണ്ടി കൊണ്ട് നമുക്ക് ഉള്ളുവരെ പോകുമായിരുന്നു. ഇവിടെ ഇപ്പോൾ സെക്യൂരിറ്റിയും കാര്യങ്ങളായിട്ടുണ്ട്. പെട്ടെന്ന് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം, നമുക്ക് ഇവിടുന്ന് അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. ഒരുപാട് ആൾ വരുന്നുണ്ട്. ഇത്രയും നാളുകൾ വരത്തില്ലായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സോ വരാൻ പറ്റുന്നവരൊക്കെ വരിക, കാണുക. വണ്ടർഫുൾ പ്ലേസ്. നോക്കാം, ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴിയെല്ലാം കാണിച്ചു തരാം. നമ്മളിപ്പോൾ പോയി ടിക്കറ്റ് എടുക്കണം. ഫ്രഷ് ആവാനും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ATM ഉണ്ട്, കാര്യങ്ങൾ എല്ലാ രീതിയിലും സെറ്റാണ്. ലെറ്റ്സ് ഗോ. പോയി നോക്കാം അപ്പോൾ. ഓക്കെ, ഇതാണ് പുതിയ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. 5 ഓടിക്കൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ാണ് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. വേഗം പോയി എടുക്കുക. നീ തന്നെ എടുത്തായിട്ടാ. അവിടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ടിക്കറ്റും കാര്യങ്ങളുമായിട്ടുള്ള ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടേഴ്സ് വരുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ലേക്ക് ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ಓಕೆ, ನಮಗೆ ನೋಡೋಣ ಅಣ್ಣ. ಒಂದು ಲೈಕ್ ಗಾರ್ಡನ್ ಮತ್ತೊಂದು ಟೈಮಿಂಗ್ ಏನಾದರೂ ಉಂಟಾ? ಇಲ್ಲ ಅಲ್ಲ, 2 ಜನ 200 ರೂಪಾಯಿ ಕೊಡಿ. 200? ಆಯ್ತು. ಅಲ್ಲ, ടൈമിംഗ് ഏനാದರೂ ഉണ്ടോ? ಸಂಜೆ 6 ಗಂಟೆ ತನಕ ಎಲ್ಲಿ ಬೇಕಾದರೂ ಹೋಗ್ಬೋದು. ഓക്കെ, ആയിത്തു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്താൽ നമുക്ക് 6 o'clock തന്നെ എന്ത് വേണമെങ്കിലും ആക്കാം. എവിടെയെന്ന് വെച്ചാൽ ഇവിടെ എവിടെ വേണമെങ്കിൽ കറങ്ങാമെന്നാണ് പറയുന്നത്. എവിടെ വേണമെന്നല്ല, നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ 2 ടിക്കറ്റാണ് നമ്മൾ എടുത്തുള്ളത്. ടോട്ടൽ ഏകദേശം 5-8 ടിക്കറ്റ്സ് ഉണ്ട്. കിട്ടിയില്ല എന്താ? അപ്പോൾ നമുക്ക് 2 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് കൊണ്ട് മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ്. 6 o'clock വരെ കാണുന്നുണ്ട്. തന്നെ 6 o'clock വരെ നമുക്ക് ഇറങ്ങാനുള്ള എല്ലാ പെർമിഷനും ഉണ്ടെന്ന് പറയുന്നത്. സോ പോയി നോക്കാം. ഇവിടുന്ന് പോകാനായിട്ട് നമുക്ക് ഇങ്ങനെ വണ്ടിയുടെ സൗകര്യം ഉണ്ട്. ഈ വണ്ടി വേണമെങ്കിൽ 10 എത്രയായിരുന്നു എൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞായിരുന്നു വണ്ടീൻ്റെ? ഇല്ലല്ലോ, ചെറിയ ചെറിയ ഷോപ്പിങ്ങുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ അറിയില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട്. രാജസ്ഥാനി ചപ്പൽസാ? അതാണോ? ഇതാണ് രാജസ്ഥാനി ചപ്പൽസ് നടന്നത്. ഇതാണ് പിലിക്കുളൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. നടക്കുകയാണ്. വണ്ടിയുണ്ട്. വണ്ടിയുള്ളവർക്ക് വണ്ടി കൊണ്ടുപോകാം. വണ്ടിയുള്ളവർക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. സോറി, പറഞ്ഞാൽ ചേട്ടാ. വണ്ടിയുണ്ട്, അത് നമ്മൾ പൈസ കൊടുത്ത് അതിൻ്റെ അകത്ത് പോകണം. അതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്താണ് പോയിരുന്നാ പിലിക്കുള റീജിയണൽ സയൻസ് സെൻറ്റർ. അങ്ങനെ സാധനം എൻ്റെ ഉള്ളിൽ. പിലിക്കുള റീജിയണൽ സയൻസ് സെൻറ്റർ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരുവിധം എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഒറ്റ വരുത്തിന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മുതലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നോക്കാം എന്താണെന്നുള്ളത്. വണ്ടി പോകുന്നുണ്ടോ? റിലാക്സ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പോവാം. ഇപ്പം ഞാൻ ഇത് എടുക്കുന്ന വെച്ചാൽ എന്തുകൊണ്ടാണ് വണ്ടി നമുക്ക് ഒരുവിധം എല്ലാം കവർ ചെയ്യണം. അതിപ്പോൾ എല്ലാം നടക്കും തോന്നുന്നില്ല. ഇറ്റ്സ് എ നൈസ് ആൻഡ് പീസ്ഫുൾ പ്ലേസ്. കൊറോണയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ ആരും വരെ അങ്ങനെ മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല. ഗൈസ്, പറ്റുന്നിടത്തോളം മാസ്ക് ഇട്ടിട്ട് ഇറങ്ങുക. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കുക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇതൊക്കെ കവേർഡാണ്. ഇത് കവേർഡാകാൻ കാണിച്ചാൽ അപ്പർ സൈഡിലാണ് സൂ വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് സെൻട്രൽ റോഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ എങ്ങോട്ട് ഡൈവേജ് ആവണം എന്നുള്ളത് നോക്കുന്നത്. അപ്പം ഇവിടെ നിന്നാണ് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ സൂ, ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഗാർഡൻ. എന്താണെന്നാല് ലേക്ക് ഗാർഡൻ അല്ലേ? ലേക്ക് ഗാർഡന്. അങ്ങനെ ഗൈസ്, കുറച്ച് നടന്നിട്ടാണെങ്കിലും പിലിക്കുള എത്തിയിരിക്കുന്നു. നടക്കാനെടുത്ത തീരുമാനം വേണ്ടായിരുന്നു എന്ന് ഡൗട്ട്. വെറുതെ വേർത്തു. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പറ്റി വെറുതെ ഒരു കാര്യമില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ സാധനങ്ങളൊക്കെ കാണിച്ചാൽ പറ്റിയെന്നുള്ള സാറ്റിസ്ഫാക്ഷനോട് കൂടി നമുക്കിനി മുന്നോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സൂ പോന്നോ ലേക്ക് ഗാർഡനിൽ പോന്നോ? ലേക്ക് ഗാർഡനിൽ പോവാം അല്ലേ? സൂവിൽ പിന്നെ വലിയ തണലായിരിക്കും. ലേക്ക് ഗാർഡൻ വെയിലിൻ്റെ മുന്നേ ഒന്ന് പോയിട്ട് വരാം.
ഓക്കെ ഫസ്റ്റ് നമ്മൾ ലേക്ക് ഗാർഡനിലേക്കാണ് പോകുന്നത്. ലേക്ക് ഗാർഡൻ ഇതാ, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങോട്ടുണ്ട്. ഇത് മിക്കവാറും ഞാൻ നെക്സ്റ്റ് ഒരു എപ്പിസോഡായിട്ട് ചെയ്യേണ്ടി വരും. ഒത്തിരി ഏരിയ ഉണ്ട് കവർ ചെയ്യാൻ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിലെടുക്കുക. ഓരോരുത്തർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തുടങ്ങി നോക്കാം. എന്തായാലും വി ആർ മൂവിങ് ടു പിലിക്കുള നിസർഗധാമ പിലിക്കുള നിസർഗധാമ. അങ്ങനെ തന്നെ, പിലിക്കുള നിസർഗധാമ. നോ എൻട്രി എന്നൊക്കെ ഉണ്ട്. സെക്യൂരിറ്റി ചോദിച്ചാൽ ബോർഡ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പോയിട്ട് അതിൻ്റെ ഒന്നും തൂക്കിയിട്ട് അടിക്കുമെന്ന് അറിയില്ല. എന്താണെന്ന് ചെന്ന് നോക്കാം. മാംഗ്ലൂർ ഗ്രൗണ്ട് ടേബിൾ. ഓക്കെ, സംഭവം ടോട്ടലി കളർഫുൾ ആൻഡ് പീസ്ഫുൾ ആൻഡ് വണ്ടർഫുൾ പ്ലേസാണ്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടുണ്ട്. വണ്ടി കൊണ്ട് വരുന്നതാണ് നല്ലതെന്ന്. ഇവിടെ അങ്ങോട്ട് വണ്ടി വിടുന്നില്ല എന്ന് തോന്നുന്നു. അതാണ് അവിടെ ഒരു റെസ്ട്രിക്ഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. സോ ചെന്ന് നോക്കാം. യെസ്, അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസ് കാണാം. ഗൈസ് ഇങ്ങോട്ടും വണ്ടി ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് വണ്ടി എടുക്കാനായിരുന്നു എന്ന് തോന്നുന്നു. വെറുതെ നടന്നു, ആവേശമാക്കി നടന്നിട്ട് എല്ലാം കൂടെ ഇപ്പോൾ വയർത്തു. വേണ്ടായിരുന്നു. അതേപോലെ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഓപ്പൺ ഉണ്ടോ എന്നറിയില്ല. കൊറോണ കാരണം ക്ലോസ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഏറ്റവും എല്ലാം പൂവും ചെടിയൊക്കെ പിടിച്ച് പാവം എന്താക്കാണ് ക്ലിക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടി ഇപ്പോൾ കൊറോണ കാരണം ഇങ്ങനെ തകർന്നു പോയ കുറേ ജീവിതങ്ങളിൽ ഒന്നായിട്ട് ഇപ്പോൾ ഇതും പോയിട്ടുണ്ട് തോന്നുന്നു. പിലിക്കുള റെസ്റ്റോറൻറ്റ് പ്യൂർ വെജ്. നമ്മളിങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വാട്ടർ തീം പാർക്ക് വരുന്നത്. ഇതൊന്നും എനിക്കൊന്നും ഇപ്പോൾ ഒരു മനുഷ്യന്മാരില്ലാന്ന് തോന്നുന്നു. ടോട്ടലി ഡൗൺ ആണ്. ഇപ്പോൾ കൊറോണ ടൂറിസത്തിന് എത്രത്തോളം ബാധിച്ചെന്നുള്ളത് നമുക്ക് നല്ല വൃത്തിക്ക് കാണാം. ഇവിടെയൊക്കെ വളരെ കുറഞ്ഞ ഒരു വണ്ടി പോലല്ല, ഒറ്റൊരു ബുള്ളറ്റാണ് നടക്കുന്നത്. അതിനകത്ത് ജോലിക്കാരെങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് വാട്ടർ തീം പാർക്ക് മാനസ. ഇങ്ങനത്തെ പിന്നെ മാനസ സാധനം ഇതാണ്. എന്ത് ചെയ്യാൻ, നോ ബഡി. നമ്മളെന്തായാലും ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. തൽക്കാലം ഇപ്പം നമ്മൾ പോകുന്നത് ഗാർഡനിലേക്കാണ്. ഗാർഡൻ ചെന്ന് നോക്കാം. ലേക്ക് ഗാർഡൻ എത്തിപ്പോയി. നടക്കണ്ടായിരുന്നു ഗൈസ്. ശരിയായിപ്പോയി. അയ്യോ, എപ്പോഴും വണ്ടിയിൽ തന്നെ വേറെ. പക്ഷേ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എപ്പോഴും എടുത്തത്. അയ്യോ വേണ്ടായിരുന്നു. അയ്യോ, എന്തായാലും എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എത്തി. ഇനിയൊരു 200 meters മേ ബി. അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ബാക്കി അവിടെ എത്തിയിട്ട് നോക്കാം. എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് ലേക്ക് ഗാർഡൻ എത്തിപ്പോയി. ലേക്ക് ഗാർഡൻ്റെ എൻട്രൻസ് ആണിത്. വണ്ടി ഇവിടെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ആ വണ്ടിക്കാരനോടൊന്ന് ചോദിക്കണം അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ. നടക്കാൻ പറ്റൂല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ ലേക്ക് ഗാർഡൻ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ എൻട്രൻസ് ഇല്ല. നമ്മൾ അങ്ങനെ തന്നെ ചുറ്റി തന്നെ പോകണം. പുറത്തുകൂടെ ഇറങ്ങി പോകണം. ഇവിടെ ഒരു പൂമരം ഉണ്ടായിരുന്നു പണ്ട്. എൻ്റെ അടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു ഈ പൂമരത്തിൻ്റെ കൂടെ ഉള്ളത്. ആ ഫോട്ടോൻ്റെ ഇതിൻ്റെ തിണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പൊള്ളിയാണ് ആ പൂവുണ്ട സമയത്ത് ഹെവി. അപ്പോൾ ഇതാണ് ശരിക്കുള്ള എൻട്രൻസ് പിലിക്കുള ലേക്ക് ഗാർഡൻ. ഓക്കെ, നമ്മൾ എൻട്രൻസിലൂടെയുള്ള ഗേറ്റിലെത്തി. ഇതേ ഇരുന്നത് പട്ടി. അമ്മ ടെറർ. അയ്യോ, നല്ല പട്ടികളാണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതാ സാനിറ്റൈസിങ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ വരുന്നവരൊക്കെ സേഫ്റ്റി. ഓക്കെ, താങ്ക്സ് ആണ്. ടിക്കറ്റ് ആയി. അപ്പോൾ ടിക്കറ്റ് നമ്മളിവിടെ കാണിക്കണം കേട്ടോ. ഒരു മിനിറ്റ്. എന്തോ ടിക്കറ്റ്? ഓ ഉധർ का भी है സോ തവിയാനാ. അങ്ങനെ നമ്മൾ പിലിക്കുളേൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. പിലിക്കുള ലേക്ക് ഗാർഡൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. സംഭവം പൊളിയാണ് കേട്ടോ. ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളിലായിട്ട് ഒരു പൊള്ളി വ്യൂ ആണ്. ഓക്കെ, ഇതൊന്നല്ല, ഇവിടെ നിന്ന് സാധനം വരാതിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് തുടക്കം മാത്രമാണ്. അത് നമ്മളിതിന് മുന്നേ വന്ന് ഫോട്ടോസൊക്കെ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ, അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ എടുത്തോണ്ടുണ്ട്. ഹെവി ഫോട്ടോ ഷൂട്ടാണ്. കീപ് ക്ലീൻ, യൂസ് ഡസ്റ്റ്ബിൻ. ഓക്കെ, ഒരു വെറൈറ്റി ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്തായിരുന്നു എൻ്റെ ഒരു കുരങ്ങൻ്റെ കങ്കാരുവിൻ്റെ എന്തോന്നുണ്ടായിരുന്നു. നമുക്ക് അത് ചേർന്ന് കിട്ടുമോ നോക്കട്ടെ. അപ്പം ഇങ്ങനെ കുറേ നടക്കാനുണ്ട്. പക്ഷെ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെറൈറ്റി കുറച്ച് മരങ്ങളുണ്ട്. എന്നുവെച്ചാൽ എങ്ങനെയുണ്ട്? പൊളി. അപ്പോൾ പൊളി എങ്കിൽ പൊളി. ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്.
അങ്ങോട്ട് കളയട്ടെ, എൻ്റെ ബാക്കി പിരിക്കുളി കേട്ടോ. ബൈ ബൈ. അങ്ങനെ ഇതാ പിരിക്കുള്ള ഗാർഡൻ്റെ ഉള്ളിൽ കയറി നമുക്ക് എന്തെങ്കിലും വെള്ളവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. മാക്സിമം ആരും മാസ്ക് ഇടുന്നില്ല. ഞാൻ ഇപ്പോൾ മാസ്ക് ഊരി വെച്ചാൽ അടുത്താരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ വെള്ളൻ്റെ കൂടെ. അപ്പോൾ ഇത് താഴെ ഷോപ്പും കാര്യങ്ങളും വരുന്നുണ്ട് ചെറുതായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാം. നമുക്ക് പോകേണ്ടത് ഇങ്ങനെയാണ് നടന്ന് വരേണ്ടത്. വേണമെങ്കിൽ താഴെക്കൂടിയും വഴിയുണ്ട്, ഇടക്കൂടെയൊക്കെ വഴി എവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. മെയിനായിട്ട് അവിടെ ഇവിടെയൊക്കെ കപ്പൽസ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അധികം വീഡിയോ എടുത്താൽ ചിലപ്പോൾ എന്നെ തല്ലി കൊല്ലുമല്ലോ കൂടെ. അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് വെള്ളം തന്നെ വാങ്ങണം. അപ്പോൾ അവിടെ കുറച്ച് തണലുണ്ടല്ലേ. ടോട്ടലി പീസ്ഫുള്ളാണ്. ആളുകളുണ്ട് ആവശ്യത്തിന് മാത്രം. എന്താ ഇവിടെ നമുക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എടുക്കാം. മുന്നോട്ട് പോയിട്ട് നോക്കാം ബാക്കി ഉള്ളത്. ഇവിടെ പിള്ളേർ കളിക്കാനുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ റെസ്റ്റിംഗ് ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ട ബോട്ടിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് വെള്ളം കുടിക്കണം. നടന്നു വന്നേരം ഫുൾ ക്ഷീണമുണ്ട്. കാണിച്ചാൽ നമുക്ക് ഇവിടെ നിന്നാണ് ബോട്ട് ചെറിയ നമുക്കിവിടെ ഫുള്ളായിട്ട് ചവിട്ടി നടക്കാനുള്ള സൗകര്യമുണ്ട്. അതിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ്. ഒരു വണ്ടി ഇപ്പോൾ പോകുന്നുണ്ട്. സെൽഫാണ് പോകേണ്ടത്. സെൽഫ് ചവിട്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാം. സോ ഇവിടെ മുഴുവനായിട്ട് നമുക്ക് ചവിട്ടി നടക്കാം. ശരിക്കും ഇവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. ലിമിറ്റുണ്ട്. ഇതാ താറാവ് അതും ഇതൊക്കെ ഉണ്ട് വെള്ളത്തിൽ. ഇത് ഇങ്ങനത്തെ ബോട്ടുകൾ ഇവിടെ നമുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ പോവാം ഗൈസ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെറിയ തണുപ്പുണ്ട്. ടോട്ടലി ഓരോരുത്തർ വണ്ടി കൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ നൈസാണ്. നമുക്ക് അപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ നടന്ന് ഇതുവഴി നമുക്ക് അങ്ങനെ തന്നെ കറങ്ങി അപ്പുറ സൈഡ് ചെല്ലാം. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. അവിടെ കുറച്ച് എന്താ പറയുക, ഈ ചെറിയ മീനുകളുടെയും പലതരം വെറൈറ്റി ഫിഷസിൻ്റെ ഒക്കെ ഏരിയ വരുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഒന്ന് പോകേണ്ടതാണ്. ഫസ്റ്റ് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ബാക്കി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം പൊളിയാണ്. ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. സൂവിൻ്റെത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഉണ്ടാവും. ഇപ്പോൾ ഇത് കാണുന്നവർ സൂ കാണാൻ താല്പര്യമുള്ളവർക്ക് അടുത്തതിൻ്റെ അകത്ത് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്യാൻ അടുത്തതിൻ്റെ അകത്ത് കാണാം. വെച്ചാൽ ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒറ്റ വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കവർ ചെയ്യാനുണ്ട്. അന്ന് കൊത്താതിരുന്നാൽ മതിയായിരുന്നു. വലിയ താറാവിൻ്റെ കൂട്ടി. ഇനി താറാവ് തന്നെയല്ലേ പറയുക അല്ലേ? വേറെ പേരുണ്ടോ അറിയില്ല. എന്തായാലും തിരിഞ്ഞ് വിളിക്കുന്നുണ്ട്. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ശരി. എന്തേ പേടിയുണ്ട് എനിക്ക്? 5 പേടിച്ച് അതേ നിപ്പ് നിൽക്കുന്നുണ്ട്. ഓ ഓക്കെ. അയ്യോ, ബോട്ട് മറിഞ്ഞോ? ഈ ബോട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ താറാവിൻ്റെ ചിഹ്നമുള്ളത്. ഇപ്പം ഇവിടെയുള്ള താറാവിൻ്റെ പീസിലാണെന്ന് തോന്നുന്നു താറാവിൻ്റെ ആക്കിയിട്ടില്ലെന്ന്. പാവം താറാവ് ചെയ്യുന്ന നമ്പർ 1 താറാവ്. എന്തായാലും പൊടി വൈബ് സ്ഥലമാണ്. വലിയ ക്രൗഡൊന്നുമില്ല. പീസ്ഫുള്ളായിട്ട് എല്ലാവർക്കും അങ്ങനെ ഇരിക്കാം. എല്ലാ ഭാഗം ആളുകൾ വരുന്നുണ്ട്. മിസ്സി ഈ റൗണ്ട് വഴിയിലൂടെ നമുക്കിങ്ങനെ നടന്ന് പോകട്ടോ. ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോകേണ്ട എല്ലാ ഇതുണ്ട്. നടന്ന് പോകുന്നതിൽ ഇതാണ് തൊട്ടപ്പുറത്താണ്. ഇതാണ് ലേക്ക് ഗാർഡൻ്റെ സ്പെഷ്യാലിറ്റി ഇത് തന്നെയാണ്. ഈ ഗാർഡന് ചുറ്റും നമ്മൾ നടക്കുന്നത്, അതായത് ലേക്കിൻ്റെ ചുറ്റുമാണ് നമ്മൾ ഈ ഗാർഡൻ വരുന്നത്. അത് നടക്കാൻ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ കിടിലൻ സ്ഥലങ്ങളാണ്. എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ പൊളി സ്ഥലങ്ങളുണ്ടോ. ലുക്ക്, ഒരുപാട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കാം. പിന്നെ ഈ ഒരു ഏരിയയിലായിട്ട് ഇനി പിന്നെ ഒരുപാട് കാണാം. നമ്മൾ ഇതുവരെ പാതിയില്ല, കാഭാഗം മാത്രമേ കണ്ടുവരുന്നുള്ളൂ. ഇന്നും കാണാണ്ട് ഒരുപാട്. ഇപ്പം നമ്മൾ അങ്ങ് നേരത്തെ കാണിച്ചു തന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ ചെന്നിട്ട് ബാക്കി വിഷ്വൽസ് അവിടെ എത്തിയിട്ട് കാണിക്കാം. ടേക്ക് കെയർ ഫോർ ചിൽഡ്രൻ. കുട്ടികളെ നോക്കണം കേട്ടോ. ഇതാ പിന്നെ ഒരു അക്വേറിയം വരുന്നുണ്ട്. അക്വേറിയം വെച്ചാൽ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫിഷസ് ഉണ്ട്. നമുക്കിനി അടുത്ത് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഒരുപാട് ആൾ ഫാമിലി ആയിട്ടൊക്കെ വന്നുണ്ട്. ചെറിയൊരു സൺഡേ ഔട്ടിങ്ങിന് പറ്റിയ വളരെ വണ്ടർഫുൾ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം.
ടൈമിങ് ഉച്ചയ്ക്ക് കുറച്ചും ശ്രദ്ധിക്കണം. ഉച്ചയ്ക്ക് വന്നാൽ കുറച്ചൊന്ന് ഡ്രൈ ആണ് മനുഷ്യന്മാരും. അല്ലാതെ 30 രൂപയ്ക്ക് മംഗലാപുരത്ത് അടിപൊളി സ്ഥലം. ഇപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അക്വേറിയം കൂടെ വരുന്നുണ്ട്. അക്വേറിയത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം. അപ്പുറം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഓപ്പോസിറ്റ് ഇപ്പുറ സൈഡ് വന്നാൽ മതിയാണ് ബോട്ടൊക്കെ എടുക്കാൻ സ്ഥലം. നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ നമ്മളുള്ളത്. അങ്ങനെ അക്വേറിയത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതെവിടെയാണ് അക്വേറിയം വരുന്നത്. ഇങ്ങോട്ട് കയറി പോകുന്നുണ്ട്. യെസ്, അക്വേറിയത്തിൽ ചെന്ന് നോക്കാം. ഇന്നിപ്പോൾ ഫിഷ് ഉണ്ടാവോ ഇല്ല ഒന്നും അറിയില്ല. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും സീസൺ അനുസരിച്ചിട്ടൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട് ഇവിടെ. ഒന്നും അറിയില്ല കേട്ടോ. വെസ്റ്റേൺ ഗേറ്റ് ഫിഷ് ബ്രീഡിംഗ് സെൻറ്റർ. വെസ്റ്റേൺ ഗേറ്റ് ഫിഷ് ബ്രീഡിംഗ് സെൻറ്റർ. ഇപ്പോൾ ഫിഷ് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. യെസ്, പോയി നോക്കാം എന്തൊക്കെ ഫിഷ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതാ ഫിഷ് ബ്രീഡിംഗ് സെൻറ്ററിൽ എത്തി. ഇതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കളക്ഷൻ ഓഫ് ഫിഷ് ഫ്രം അങ്ങനെ ഫീഡിങ്, വാട്ടർ എക്സ്ചേഞ്ച്, മെൻസുറേഷൻ, അങ്ങനെ എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ലബോറട്ടറി ഉണ്ട്, ന്യൂട്രീറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇതാണ് പിലിക്കുളയിലുള്ള ഫിഷ് ബ്രീഡിംഗ് സെൻറ്റർ. അയ്യോ, ഇതൊക്കെ ബ്രീഡിംഗ് യൂണിറ്റാണ്. ഇതിൻ്റെ അകത്ത് നമുക്കങ്ങനെ വലിയങ്ങനെയൊന്നും കാണാനില്ല. വലിയ വലിയ ഫിഷസ് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ബ്രീഡിംഗ് ആയിട്ടുള്ള ബ്രീഡിംഗ് ടൈമായിട്ടുള്ള ഫിഷസിന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പെർമിഷൻ ഇല്ല. ഇതാണ് ഫിഷ് ഡിസ്പ്ലേ അക്വേറിയം. കണ്ടോ, വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതാ 5 അവിടെ പോയി മീനൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. 5 മീൻ വന്നോ? നിന്നെ വിളിച്ചിട്ട് നീ വിളിച്ചിട്ട് വന്നോ? വന്നില്ല. ഓക്കെ, ഇതുണ്ടോ കുഞ്ഞ്. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന, നമ്മുടെ നാട്ടിലൊക്കെ പുള്ളിപ്പരലെന്ന് പറയും, പുള്ളിച്ചി എന്ന് പറയും, പരലെന്ന് പറയും. ഇതിനെ അടക്കം പിടിച്ചിട്ട് ഇതിൻ്റെ അതിട്ടുണ്ട്. സംഭവം ഗ്രേറ്റ് വ്യൂ, ഹെവി വ്യൂ ആണ്, ഒന്നും പറയാനില്ല. ഇതിൻ്റെ പേരും സയൻറ്റിഫിക് നെയിമും ഡീറ്റെയിൽസും ഉണ്ട്. പുളണ്ടറിയ ഫോക്കസ് ചെയ്യാൻ എൻ്റെ അമ്മേ എനിക്ക് വായിക്കാൻ പറ്റില്ല. എന്താണ് ഹാലുഡറിയ ഫസിയാട്ട? എന്താണ് വായിക്കല്? ഹാലുഡറിയ ഫസിയാട്ടയോ? എനിക്ക് മനസ്സിലായി. താങ്ക് യു. ഈ പാവം പുള്ളിച്ചിനെയാണ് ഇവർ ഈ പറയുന്ന പേര് പറഞ്ഞ് വിളിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ? അഥവാ എന്നറിയാ പരള്, നമ്മുടെ മണിച്ചേട്ടൻ പാടിയ പോലെ ആ പരളി പൂവാലി പരളി, പാവം പൂപ്പാലി പരളീനെ കൊണ്ട് എല്ലാവരും ഇവിടെ. അപ്പം അതിനാണ് ഹാലുഡറിയ ഫിഷ്. എന്തായാലും വലിയൊരു പെട്ടിൻ്റെ അത് കുറേ പരലിനെ പിടിച്ചിട്ടുണ്ട്. വേറെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ മീനെ കണ്ട് ചെറിയ പുള്ളിയുള്ളത്. അതിനെ ഇപ്പം ഇങ്ങനെ വെച്ചാൽ ഇതേ പോകുന്നു ഒരു ജെറ്റ് വിട്ട പോലെ ഓടുകയാണ്. കണ്ടോ, അവന്മാരെ പേരാണ് ബെറിലിയൂസ് ഹാർഡൻസ്. അമ്മേ, റോയൽ ഹിൽ ടൂറിസ്റ്റിൻ്റെ വേണ്ട ലൊക്കാലിറ്റി. വായിക്കേണ്ടവരൊക്കെ വായിക്കും, കയ്യിൽ വായിക്കല് സീനാണ് വെറുതെ എന്തിനാ. ഓക്കെ, എന്തായാലും അപ്പോൾ ഇതാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. കണ്ടോ, ഓട്ടത്തോടോട്ടാണ് പൊട്ട. ഇവരെയും നമ്മുടെ പുള്ളിച്ച് പരലയുടെയും രണ്ടും ഒരുമിച്ചിട്ട് ഒരു ഇല്ലാതാണുള്ളത്. പരലൊക്കെ വരുന്ന പേര് ഇതാണ്. ഓക്കെ, ഇതാണ്. അപ്പോൾ പരലിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇനിയുള്ളതാണ് എന്താ, വാട്ട് ഈസ് ദിസ് ഫിഷ്? കല്ലേ പറ്റി കിടക്കുന്ന കല്ല് അല്ല, ഇത് കുറച്ച് വലിപ്പമുള്ള മീനാണ്. ഇതിൻ്റെ പേരാണ് നേത്രാവതിയാൻ ചന്ദ്രാഗിരി. ഓക്കെ, നമ്മുടെ ഈ ലോക്കലായിട്ടുള്ള മീനുകളാണ്. ഉണ്ടോ, മീനെ കണ്ടോ? അതായത് പുഴയിൽ നിന്നൊക്കെ നമ്മൾ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിലൊന്ന്. സംഭവം നല്ല സുന്ദര മീനുകളാണ്. അതെന്താ പുഴയിൽ നിന്നെല്ലാം പിടിച്ച് ഇതിൽ കൊണ്ടുവരുന്നത് ശരിയുള്ള കാര്യമല്ല. ബട്ട് എന്നാലും ബ്രീഡിങ്ങിനും ബാക്കി ഇതിനെ പറ്റിയില്ല പഠിത്തത്തിനൊക്കെ വേണ്ടി കൊണ്ടുവരുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം ഇവരാണ് ടീംസ്. ഓക്കെ, ഇനി വേറെ ഉള്ളത് ഒരുപാട് ഇത്തിരി അധികം എന്ന് പറയാനില്ല. പക്ഷേ ഉള്ള മീനുകളൊക്കെ വളരെ നല്ല വെറൈറ്റി ആയിട്ടും രസകരമായിട്ടും നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. ഇപ്പോൾ പിലിക്കുളയിൽ വന്നാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അടുത്തായിട്ട് കാണാൻ പറ്റുന്ന സാധനങ്ങളൊന്നാണ്. നമ്മുടെ നാട്ടിൽ പോവാലി പരലുകൾ കൊടുത്തപ്പെടുന്ന നല്ല പുള്ളിച്ച് എന്താ പറയുക, ഇന്നെന്താ പറയുക നാട്ടിൽ എന്തോ പറയല്ലേ നീ? എൻ്റെ നാട്ടിൽ പറഞ്ഞിട്ട് പേരുണ്ടോ മറന്നു കേട്ടോ, സോറി ഗൈസ്. അപ്പോൾ എന്തായാലും ഇതാണ് അടുത്ത സാധനം. സയൻറ്റിഫിക് നെയിമും കാര്യങ്ങളും ആവശ്യമുള്ളവർക്ക് വന്ന് നോക്കാം. എന്ത്ര പറമ്പ്
ഇതൊരു ബാർബ് കൂടെ തന്നെ വരുന്ന സാധനമാണ്. എനിക്ക് മീനുകളെ പറ്റി സയൻറ്റിഫിക് ആയിട്ടൊന്നും അറിയാത്തതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. മക്ഷീർ, കോമൺ നെയിം മക്ഷീർ എന്ന് പേരുള്ള മീനാണ്. മക്ഷീർ, അതായത് മക്ഷീർ എന്ന് പറയുന്ന മീൻ ഇതാണ്. മക്ഷീർ ഇതാണ് മക്ഷീർ. ഇതിനെ നമ്മുടെ അപ്പുറം കണ്ട നേരത്തെ ഇതിൻ്റെ വലുത് അതോ താഴെ പറ്റി കിടക്കാൻ ഞാൻ വേണം. എന്തായാലും ഇങ്ങനെയുണ്ട് മീനുകൾ. പിന്നെയാണ് കിച്ചാൻ. ഓ മൈ ഗോഡ്, കിച്ചാൻ. ഇതിനൊക്കെ നല്ല നല്ല സുന്ദര 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 മീനുകളാണ്. മൈൻഡ് ചെയ്യുന്നില്ല. അച്ചാച്ചനാണ്, മീശൊക്കെ ഉണ്ട്. ഓക്കെ, കോമൺ നെയിം കിച്ചാൻ. കിച്ചൺ 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 കിഷാൻ. ഇവരാണ് ഹെവി ടീംസ്. ഇവരുടെ പേരാണ് റെഡ് ഓർ ഇതിന് സയൻറ്റിഫിക് നെയിം വായിച്ചാൽ ചിലപ്പോൾ എന്നെല്ലാം കൂടെ തല്ലിക്കൊല്ലും. വെറുതെ എന്തിനാ വേണ്ട തണിക്ക് പോകുന്നത്. ഹെവി മച്ചാൻസ്. നിങ്ങൾക്ക് വലിപ്പം മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ വിൽ ഷോ യു ഹൗ മച്ച് ബിഗർ. ഉണ്ടോ എൻ്റെ കൈ, എൻ്റെ വിരൽ അതങ്ങ് ദൂരത്തോട്ട് പോയപ്പാണ്. അടുത്തോട്ട് വന്നാൽ ഞാൻ കാണിച്ചതാ. ഇതിലും വലിപ്പമുണ്ട്. വലിപ്പം കറക്റ്റ് കാണിച്ചു തരാൻ പറ്റുന്നില്ല. കാണുന്നുണ്ടോ? യെസ്. ഓക്കെ, നെക്സ്റ്റാണ് ഈ നിലത്ത് പറ്റി കിടക്കുന്ന ടൈപ്പ് ഇങ്ങനത്തെ മീനുകൾ. ഇതിൻ്റെ പേരാണ് സേബ്ര ലോച്ച്. മറ്റേത് നമ്മൾ പുള്ളി സാധനങ്ങളുണ്ട്. പക്ഷേ പറഞ്ഞ സാധനം എന്ന് പറയുന്നത് ഈ വെറ്റകളല്ല, ഇവരാണ് ആ ടീംസ്. സീബ്ര എന്ന് പറയുന്നത് അത് റേറ്റ് ഫിഷ് കിട്ടും. ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ തന്നെ കല്ലേ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സീബ്ര നമുക്ക് കറക്റ്റ് സീബ്രനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നോക്കാം. മാക്സിമം എങ്ങനെ കാണിച്ചു തരാനുള്ളതാണ് ഞാൻ കാണും. സേബ്രയാണോ? അതെ, സേബ്രയുടെ കുറേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? യെസ്, സേബ്ര ലോച്ച് എന്ന് പറയുന്ന മീൻ. കാണാൻ സീബ്രേൻ്റെ കൂട്ടനുണ്ടല്ലേ, കുറച്ച് പരിയും പുള്ളിയിലായിട്ട്. ഓക്കെ, അവരും ഉണ്ട് കുറേ ആൾ ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇത് കോമൺ കട്ട്ല. ഇത് നമ്മുടെ സ്വന്തം കട്ട്ല. നമുക്ക് ഇന്നലൊക്കെ കട്ലേനാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് കറി വെച്ച് തിന്നുന്ന കട്ട്ല. കുഞ്ഞു കുഞ്ഞു കട്ട്ലകളാണ്. അങ്ങനെ കട്ട്ലേനുണ്ട്. ഇതൊരു ടീം ഫുള്ളുണ്ട്. ഇവരുടെ പേരെന്താണെന്ന് വെച്ചാൽ യെല്ലോ കാറ്റ് ഫിഷ്. നമ്മുടെ കാറ്റ് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ മുഷു. കാറ്റ് ഫിഷിന് മുഷു എന്നും പറയുന്നതാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കാറ്റ് ഫിഷ് തന്നെ മുഷു എന്ന് തോന്നുന്നു. പക്ഷെ ബട്ട് ഇത് വെറൈറ്റി തരം മുഷുവാണ്. കണ്ടോ യെല്ലോ കാറ്റ് ഫിഷ്. ഇതിനകത്ത് എന്തുകൊണ്ട് യെല്ലോ കാറ്റ് ഫിഷ് എന്ന് പറയുന്നത് അറിയില്ല. ഇതിൻ്റെ അകത്ത് എവിടെ യെല്ലോ ഉള്ളത്? വാലിന് തറ്റത്ത് കുറച്ച് യെല്ലോ ഉണ്ട്, വേറെ എവിടെയും യെല്ലോ കാറ്റ് ഫിഷ്. കിടപ്പ് കണ്ട ഒന്നും രണ്ടൊന്നല്ല, കൂട്ടത്തോടെ ഞാൻ അടിഞ്ഞു കൂടി കിടക്കും. അത്രക്കാറ് സ്ഥലം ബാക്കി വെച്ചിട്ട് ചങ്ങായില്ല എന്തിനാ ഇവിടെ കിടക്കുന്നത് എനിക്കറിയില്ല. ചിലപ്പോൾ അവരുടെ ഒരു സ്വഭാവം അങ്ങനെ ആയിരിക്കണം. എന്തായാലും എല്ലാവരും അടിച്ച് പൊളിച്ച് കുടുംബത്തോടെ അവിടെ തന്നെ കൂടിയിട്ടുണ്ട്. യെല്ലോ കാറ്റ് ഫിഷ് കേട്ടോ. ഞാൻ അടുത്ത സാധനം ഇതിൻ്റെ പേരെന്താണ്? ചന്ദ്രദീപ അറിയില്ല. മുള്ളിത്തേറ്. ഇതൊക്കെ എനിക്ക് കന്നഡയിൽ തന്നെയുള്ള ഇവിടുത്തെ ലോക്കൽ നെയിമാണ് കേട്ടോ ഇതൊക്കെ. വാവ്, ബട്ട് ദേ ആർ സോ ബ്യൂട്ടിഫുൾ. ഇതിൽ ഡയറക്റ്റ് കാണുമ്പോൾ രസം നടന്നത് വേറെ തന്നെയാണ്. കുറേ എണ്ണത്തിര ഫിഷസ് ആണ് ജസ്റ്റ് പ്ലേയിങ് അറൗണ്ട്. ഒന്ന് ചത്തിട്ടുണ്ട് മീൻ, പാവം. ഒരു മീൻ ചത്ത് പോയിട്ടുണ്ട്. എങ്ങനെയോ എന്തോ പ്രശ്നം കൊണ്ട് ചത്തതായിരിക്കും. പിന്നെയുള്ള നമ്മുടെ കല്ലേപ്പറ്റി എന്ന് പറഞ്ഞ നാട്ടിൽ കല്ലേപ്പറ്റി എന്ന് പറഞ്ഞ മീനാണിത്. അതായത് നഷിബർബ് എന്തായിരുന്നു ബാർബ്. അവരെ കുറച്ചാൾ നമ്മൾ അപ്പുറത്തും കണ്ടു, എൻ്റെ വലുതിനും ചെറുതൊക്കെ വെറൈറ്റി മോഡൽസിന്. ഇതാണ് സാധനം.
ഗ്രീൻ ക്രോമിഡ്. ഗ്രീൻ ക്രോമിഡ് എന്ന് പറഞ്ഞ ശേഷം നമ്മുടെ എന്താ പറയുക ഇതിനിപ്പോൾ നമ്മുടെ കരിമീൻ്റെ ഒക്കെ കൂട്ട് ഷേപ്പിൽ നാട്ടിൽ ചെത്തെന്നൊക്കെ പറയും. അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ വരുന്ന വേറൊരു സാധനം. ഇപ്പോഴത്തെ വലിയൊരു ചങ്ങയുണ്ട്, മൂപ്പരടുത്തേക്കാൻ വരാം. ഹെവി മെച്ചാൻ അടുത്തേക്ക് വരാട്ട, അയാളാണ് വലിയ പണി, അയാളത്തേക്ക് പോകാൻ. ഇവരാണ് ഈ പറഞ്ഞ ടീംസ്, അതായത് ടീംസ് ഇവരാണ്. ക്യാമറക്ക് പോസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടല്ലോ എല്ലാവരും കൂടെ. വന്നോടി. എന്താ പറയുന്നത്? ക്യാമറ കൊണ്ടുവെക്കുമ്പോൾ എല്ലാം കൂടെ ക്യാമറൻ്റെ അടുത്തേക്ക് വന്നെങ്കിൽ ഇത് നല്ല സെൻസിലാണ്ടോ. ഏത്തിലൂടെ ക്യാമറ ഉണ്ടോ. അപ്പം ഞാൻ ക്യാമറ എടുത്താൽ ഇപ്പുറം പോകുന്നു. ഇപ്പം മനുഷ്യനില്ല, ക്യാമറ ഞാൻ ഇങ്ങോട്ട് വെച്ച് ഏനി വരുന്ന വരുത്താൻ. ക്യാമറ വരുമോ? ഇല്ല, വരുന്നില്ല. അപ്പോൾ എൻ്റെ മിഥ്യാധാരണയായിരുന്നു പോകുന്നു. അപ്പം പോസ് ചെയ്യോ? ഒന്ന് വരൂ. ഇല്ലേ, വരല. അവരെ മൂലൊക്കെ മാത്രമേ പോകുള്ളൂ. എന്തായാലും ചുന്ദരി മീനുകളാണ്. പിന്നെയുള്ള സാധനം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്ത് എന്തോ റിനോഗറ. എന്തായാലും സാധനത്തിന് കാണാൻ കിട്ടുന്നില്ല, ഓട്ടത്തോടോട്ടാണ്. ഇവിടെ ഉണ്ടല്ലോ. ഇവനാണ് ടീംസ്. ഇത് ഒരാളുടെ ഇവിടെ നല്ല സുഹൃത്ത് കിടക്കുന്നു. മച്ചാനെ പോവാണ്. എന്തായാലും ഇവരാണ് ടീംസ്. അവരും നെക്സ്റ്റ് ടീംസാണ്. നമ്മുടെ വലിയ ചങ്ങ ഇതായി കിടക്കുന്നുണ്ട്, അതിലത്ത് പോവാം. എന്നെ പറഞ്ഞ ഇതാണ് ലീഫ് ഫിഷ്. ഇളമീനോ? ലീഫ് ഫിഷ്. ഓക്കെ, ഇവരാണ് ടീംസ്. ലീഫ് ഫിഷ് എന്നാണ് ടീംസ്. ഇതും ദേശം നമ്മുടെ ഇത് തന്നെ കൂട്ടുന്നത്. അതായത് ഇവർ തന്നെ, ഇവർക്ക് കുറച്ച് വരയും കുത്തൊക്കെ ഉണ്ട്. അതിനൊരു ഇവരെന്ന് പറയുന്നത് ഫുള്ള് മറ്റേ വേറെ ടൈപ്പാണ്. ഓക്കെ, ഇവർ ഇങ്ങനെയാണ് കാണാൻ. ഇവർ നല്ല ഫോട്ടോ സെൻസിലുള്ള ടീംസാണോ. ക്യാമറ എടുത്തിട്ടോ. പിന്നെയുള്ള സാധനമാണ് നമ്മുടെ കോമൺ ക്യാറ്റ് ഫിഷ്. അതാ യഥാർത്ഥ മുഴു എന്നൊക്കെ പറയുന്ന സാധനം. മറ്റേ നല്ല കിടന്നില്ല. ഹലോ പൊട്ടി വിളിച്ചാൽ വരുമോ? അതേ വരുന്നു. മച്ചാനാ ഒരു ഹായ് പറഞ്ഞ. ഹലോ ഗായ്സ് എന്ന് പറയാം, പറയുന്നില്ല. എന്തത് എത്ര മീശ കൊണ്ട് ആറാട്ടാ. ഇങ്ങനെയുണ്ട് മീശത്. മച്ചാൻ പൊളിയാ. ഇത് ചെറിയ വലിപ്പമൊന്നുമല്ല, കണ്ട എൻ്റെ വിരൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് മച്ച് ബിഗർ. അതാണ് ടീം ഫിഷ്. പിന്നെ ടീമാണ് കോമൺ നെയിം ഇതിൻ്റെത് ബലേമെനു. ആരാണ്? ഇവനാണോ ബലേമെനു അതോ ഇവനാണോ? ഇവനാണ് ഈ സംഭവം പൊള്ളി. ആണോ? മണ്ണിൻ്റെ ഒരു എന്തൊക്കെ തോണ്ടി തിന്നുന്നുണ്ട്. ആളമോണാണ് പുള്ളി ചത്തിട്ടൊന്നും. ഇവരാണ്. ഇവർ നമ്മുടെ മുഷുവിൻ്റെ കൂട്ടത്തിൽ. ഇത് നമ്മുടെ പൊട്ടുവള എന്ന് പറയുന്ന നാട്ടിലും തോന്നുന്നു. അവരാന്ന് തോന്നുന്നു. ഓക്കെ, അതിൽ മച്ചാൻ നല്ല സെറ്റിലേക്ക് കിടക്കുന്നുണ്ട്. അയ്യോ തളർന്നു. പിന്നെ എന്ന് പറയുന്നത് ഇവരാണ്. എന്താണ്? മലബാർ ഡാനിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തൊക്കെ പറയാം. ഇയാളെ പേര് മറന്നിട്ട് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയെങ്കിൽ ഈറ്റുകളൊക്കെ നാട്ടിൽ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്ന അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാണ്. വീഡിയോ കാണുന്നവർ എല്ലാവരും കാണുന്നത് നമുക്കാകെ പിന്നെ പാവം നമ്മുടെ ആദ്യം പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇത് കാണുന്നവർ കണ്ടിട്ട് നിങ്ങളൊക്കെ പേരറിയാമെങ്കിൽ നാട്ടിൽ എന്താണ്, നിങ്ങൾ ഓരോരുത്തർ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര്, ഓരോ മീനുകൾ കേട്ടാ ഏറ്റവും വലിയ രസമായിരിക്കും. നമ്മൾ നോക്കാമല്ലോ, വെറൈറ്റി പേരുകൾ വരുമല്ലോ. ഓക്കെ, ഇതെന്താണെന്ന് പറഞ്ഞാൽ ഫിലമൻ ബാർബോ. ഓ, ഇത് കൊള്ളാട്ടോ. കുറച്ചും കൂടെ വണ്ണമുള്ള സൈസ് നമ്മുടെ പുളിച്ചുകൾ. വണ്ണമുണ്ട്. അതായത് ഒരു കറിക്ക് ഒരു 4 രണ്ടെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ തെറ്റാണ്. അച്ഛന്മാർ നല്ല കളി തന്നെയാണ്. ഇവിടെ ഉള്ളതാണ് നുള്ളിക്കോട്ടി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നുള്ളിക്കോട്ടി എന്ന് പറയും. കാനാറ മിസ്റ്റസ്. എന്തായാലും ഇതാണ് സാധനം. കാനാറ മിസ്റ്റസ് നല്ല കാണിച്ചതാണ്. മറ്റന്മാരുടെ ആയിരിക്കും. അയ്യോ എങ്ങോട്ട് പോകുന്നു? അയ്യോ ഇവനെ പിടിക്കണം. ഞാൻ വീഡിയോ ക്യാമറ ഓടേണ്ടി വരും.
അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ ഉണ്ട് കളർ മീനും കുഞ്ഞു മീനുകളൊക്കെ അപ്പുറത്തുണ്ട്. പക്ഷേ ബ്രീഡിങ് യൂണിറ്റാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇത്രയാണ് ഫിഷുകൾ ഇവിടെ ഉള്ളത്. ചില സമയങ്ങളിലും കൂടുതൽ ഉണ്ടാവാറുണ്ട്. ബട്ട് ഇപ്പം തീയ സീസണിൽ ഇത്ര മീനുകളുള്ളത്. അപ്പോൾ വരാൻ വരുന്നവരൊക്കെ വരിക, കാണാൻ വരുന്നവരൊക്കെ കാണുക, കണ്ടിട്ട് അടിച്ച് പൊളിക്കാം. വേർത്തോട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് തന്നെ. അപ്പോൾ ബാക്കി പുറത്തേൻ്റെ കാണാം. ബൈ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ എന്തെന്ന് അക്വാറിയത്തിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ചെറിയൊരു വീട്. ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു അക്വാറിയം. നല്ലൊരു രസമുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. നടന്ന് തളർന്നു പോലും ഒക്കെ മതിയായി പറ്റൂ. അപ്പോൾ ഇതാണ് ഈ തമ്മിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് അക്വാറിയം എടുത്തത്. അതായത് പെലിക്കുള വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത് അതായത് എന്തെങ്കിലും ലേക്ക് ഗാർഡൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളിലൊന്നും. ഗൈസ് ഇതിങ്ങനെയാണ് തീരുന്നത്. ലേക്ക് ഇങ്ങനെ കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും ഗാർഡൻ ഇവിടെ വെച്ച് തീരും. ഇത്തിരിയാണ് ഗാർഡൻ വരുന്നത്. ഗാർഡനിൻ്റെ അപ്പുറത്തുള്ള ഉണ്ടോ ബോട്ട് സ്ഥലം ഇതും വരുന്നത് ഇത്തിരിയാണ് വരുന്നത്. ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ ഐ തിങ്ക് ഇറ്റ്സ് ഡേഞ്ചറസ്. വെറുതെ വീണ്ടും മുങ്ങിപ്പോകാൻ താല്പര്യമില്ല. മുങ്ങുന്നില്ല, മുങ്ങേണ്ട വെള്ളം ഉണ്ടാവും മേ ബി, ബട്ട് നല്ല രസമായിട്ട് എന്തിനാ വെറുതെ ചളി വേണ്ടതാണ്. ഇതിങ്ങനെ കുറച്ച് അങ്ങോട്ട് ഇന്ന് എക്സ്റ്റൻഡായി കിടക്കുന്നുണ്ട്. ബോട്ട് സർവീസ് വരുന്നത് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. ബോട്ട് സർവീസ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ ബോട്ട് സർവീസ് എന്ന് പറയാനാവില്ല, നമുക്ക് ഇവിടുന്ന് കറങ്ങേണ്ടവർക്ക് കറങ്ങാം. ഇത് നമ്മൾ കടൽക്കാക്കും കോപ്പൊക്കെ ഇരിക്കുന്നുണ്ട്. എനിവേ അവിടം വരെ പോയി തിരിച്ചു വരുന്നുണ്ട്. ഇതിങ്ങനെ തിരിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വന്നത് ശരിക്കും ആ റൂട്ടിനാണ്. ആ റൂട്ടിന് വന്ന് ഇങ്ങനെ അത് റൗണ്ട് അടിച്ച് വന്നു. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഈ സീ പോലെയായിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോകണം ഇനിയിപ്പോൾ. ഓക്കെ, ഇപ്പോൾ ഗൈസ് കാണാം. നമ്മളിങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോട്ട് ഇവിടെ വെള്ളത്തിന് നടുക്കൊക്കെ കാണുന്നുണ്ട്. ചെറിയ തോണി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ. ഇനിയിപ്പോൾ അപ്പർ സൈഡ് അവിടെ ഇങ്ങനെ ഇരിക്കാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. നല്ല നല്ല സ്ഥലങ്ങൾ അപ്പർ സൈഡിലുണ്ട്. സ്ഥലമൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നോക്കാം, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാറ്റുണ്ട്, നല്ലൊരു ആംബിയൻസ്. അങ്ങനെ നമ്മളെ ഇവിടുത്തെ കറക്കങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം നിങ്ങൾ കാണിച്ചു തന്നുള്ള വിശ്വാസത്തോടു കൂടി ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മൾ വന്നതേ വഴി തന്നെ ഇതിങ്ങനെ കറങ്ങി അവസാനം ഇവിടെ എത്തും കേട്ടോ. ലേക്ക് കണ്ടോ, ലേക്കിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് കുൽഫിയൊക്കെ തിന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതുവരെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇങ്ങനെയാണ് പുറത്തേക്ക് പോകാം. നമ്മൾ നേരത്തെ കണ്ട താറാവിനൊക്കെ ആരോ പിടിച്ച് പിന്നെ കൂട്ടിലാക്കി. പാവം താറാവുകൾ. ഓക്കെ, അങ്ങനെ ലേക്ക് പാർക്കിൽ എല്ലാ കാഴ്ചകളും എന്നെ കൊണ്ടാവും പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. നിങ്ങളുടെ സ്വന്തം അബ്യാക്സ്. ബൈ ബൈ.